യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കുന്ന സന്ദർഭങ്ങളാണ് 50 നോയമ്പ് എന്ന് പറയുന്നത്. ഈ 50 ദിവസം നമ്മൾ വർജിക്കേണ്ടതൊക്കെ വർജിക്കുന്നു, ആർജിക്കേണ്ടതൊക്കെ ആർജിക്കണം. വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയണം, നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതൊക്കെ ചേർത്ത് വെക്കണം. അതാണ് വലിയ നോയമ്പിൽ നമ്മളോട് ദൈവവചനം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ ശ്രദ്ധ ഊന്നുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം മാനസാന്തരത്തിൻ്റെതായ അനുഭവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം വായിക്കുമ്പോൾ സക്കായി എന്ന് പറയുന്നതായ ഒരു ചുങ്കം പിരിവുകാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ടാക്സ് കളക്ടർ, ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നു സക്കായി എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ സക്കായിയെക്കുറിച്ച് പറയുമ്പോൾ ശരീര വളർച്ചയിൽ വളരെ കുറിയവൻ, എന്നാൽ യേശുവിനെ കാണുന്നതിന് വേണ്ടി മാനസാന്തരപ്പെട്ട അനുഭവത്തിൽ ആയിത്തീർന്ന ഒരു വ്യക്തി കാട്ടത്തി എന്ന് പറയുന്ന ഈ വൃക്ഷത്തിൽ കയറി നിന്ന് യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു ചെല്ലുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ നേടിയതിലൊക്കെ, അന്യായമായി സമ്പാദിച്ചതിലൊക്കെ, അധികമായി നേടിയതിലൊക്കെ എല്ലാം തന്നെ അത് മടക്കി കൊടുത്തേക്കാം, 4 മടങ്ങായി മടക്കി കൊടുത്തേക്കാം. അന്യായമായി സമ്പാദിച്ചതൊക്കെ ഞാൻ പലർക്കുമായി പങ്കുവച്ചേക്കാം. അതുകൊണ്ട് അങ്ങനൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം സക്കായിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു മാനസാന്തരപ്പെട്ട സക്കായിയുടെ വീട്ടിൽ ചെന്ന് അവന് വലിയൊരു പദവി നൽകുന്നുണ്ട്. ഒന്ന്, അവൻ അബ്രഹാമിൻ്റെ മകൻ എന്നുള്ള പദവി നൽകുന്നു. അത് ഒരു രക്ഷയുടെ അനുഭവമാണ്. അവൻ്റെ ഭവനത്തിന് ഇന്ന് മുതൽ ഈ ഭവനം ഒരു രക്ഷാഭവനമായി തീരും, രക്ഷയുടെ കൂടാരമായി തീരും എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിച്ചതായ അനുഭവം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകൻ എന്ന പേരും, അതോടൊപ്പം തന്നെ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിച്ച അനുഭവം എന്ന് പറയുന്നത് അവൻ്റെ വീടിന് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് പലതിനോടും വിട പറയുവാനായിട്ട്, മാറ്റിക്കളയേണ്ടതൊക്കെ മാറ്റിക്കളയുവാനായിട്ട് അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഒരു ദർശനം ലഭിച്ച ഒരു വ്യക്തിയുടെ മഹൽ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എല്ലാവരോടും നമ്മൾ ആഹ്വാനം ചെയ്യുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് ആർജിച്ച് അല്ലെങ്കിൽ വാരിക്കൂട്ടുന്ന സംസ്കാരത്തിൽ നിന്നൊക്കെ മാറിയിട്ട് പങ്കിടലിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ്. ഒരു കെയറിങ്, ഡെയറിങ്, ലവിങ് മെൻറ്റാലിറ്റി കാണിക്കണമെന്നുള്ളതാണ് നോയമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വാരിക്കൂട്ടൽ മാറിയിട്ട് ഷെയറിങ്, പങ്കിടലിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നോയമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ നോയമ്പ് കാലത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.